ഡൽഹിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ അക്സർ പട്ടേലിന്റെ പല ഡിസിഷനുകളും പിഴച്ച ഒരു മത്സരമായിരുന്നു. എക്സ്പെഷ്യലി നിതീഷ് റാണ എന്ന പാർട്ട് ടൈം ബോളർക്ക് 4 ഓവറാണ് നൽകിയിരിക്കുന്നത്. 4 ഓവറിൽ 57 റൺസ് അദ്ദേഹം വഴങ്ങി. ആദ്യ ഓവറിൽ 6 റൺസ് വഴങ്ങിയുള്ളൂ. പിറ്റത്തെ ഓവറിൽ 20 റൺസ് വഴങ്ങുന്നു. പിന്നെ ഒരു 6-7 റൺസ് വഴങ്ങുന്നു. ലാസ്റ്റ് പിന്നെയും 23 റൺസ് അദ്ദേഹത്തിന്റെ ഓവറിൽ വഴങ്ങുന്നു. ഒരു സാധാരണ പാർട്ട് ടൈമറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കളിയുടെ മൊമെന്റം ഒന്ന് താഴ്ത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ വിക്കറ്റ് നേടുക. പക്ഷേ നിതീഷ് റാണ IPL പോലും ഒരു എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു 4 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പോലും കണ്ണ് തള്ളിയിട്ടുണ്ടാവും, എന്തിനാണ് എനിക്ക് തന്നെ ഇങ്ങനെ ബോൾ തരുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പം അല്ല, ഓൾറെഡി അക്സർ പട്ടേൽ 2 ഓവർ ബാക്കിയുണ്ട്, അവരുടെ 4 ഓവർ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോഴാണ് നിതീഷ് റാണയെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് തള്ളിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് 53 റൺസാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് അവിടെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. പിന്നെ അഭിഷേകിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് അതിൽ തന്നെ അക്സറിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞോ നമസ്കാരം. ഈ ബാക്ക്വേർഡ് ഏരിയയിൽ മാത്രം 27 റൺസാണ് അഭിഷേക് അടിച്ചത്. അവിടെ ഒരു ഫീൽഡറെ നിർത്താനുള്ളൊരു നോർമൽ കേസ് ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഇപ്പം തന്നെ സ്പെക്കുലേഷൻസ് വരുന്നുണ്ട്. KL രാഹുലിനെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള റൂമറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും അക്സർ പട്ടേൽ അദ്ദേഹം പിന്നെ ക്യാപ്റ്റൻസി എന്ന രീതിയിൽ നോക്കുമ്പോഴും ഒരു പ്ലെയർ എന്ന രീതിയിൽ നോക്കുമ്പോഴും അദ്ദേഹം ഈ IPL കഴിഞ്ഞ IPL ഡൽഹിക്ക് വേണ്ടി നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത കളിക്കാരനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ IPL വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 തരത്തിലും ഒരു പ്ലെയർ എന്ന രീതിയിലും ക്യാപ്റ്റൻ എന്ന രീതിയിലും അദ്ദേഹം ഒരു ലോ ഫേസിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പിന്നെയുള്ളത് അഭിഷേകാണ്. അഭിഷേകിൻ്റെ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പിന്നെ ഈ കളിക്ക് ശേഷം ESPN ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആരോൺ ഫിഞ്ചും അതുപോലെ തന്നെ ഫാഫ് ഡൂപ്ലസിയും കൂടി ഇരുന്നിട്ട് ഈ കളി വിശകലനം ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ സമയത്ത് ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്, പിന്നെ അഭിഷേക് ഇപ്പോൾ 9 സെഞ്ചുറികൾ നേടി, ആരൊക്കെയാണ് മറികടന്നെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫിഞ്ച് പറയുന്നു എന്നെ എന്ന് പറയുന്നു, ഫാഫ് ഡൂപ്ലസിയും എന്നെ എന്ന് പറയുന്നു. കാരണം ഇവർ രണ്ടുപേരും 8 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് T20. അപ്പോൾ ഈ 2 ലെജൻഡറി പ്ലേയേഴ്സാണ്, അവരെ മറികടന്നിട്ട് നിൽക്കുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 9 സെഞ്ചുറികളാണ് കരിയറിൽ നേടിയിട്ടുള്ളത് T20. അഭിഷേക് 1 മാത്രം അവരുടെ കൂടെ ഇങ്ങനെ ഇപ്പൊ നിൽക്കുകയാണ്. അതായത് അവർ കളിച്ചതിന്റെ 3-1 മാത്രമാണ് അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കളിച്ച പകുതിയിലും കുറവുള്ള ഇന്നിംഗ്സുകളിലൂടെയാണ് അഭിഷേക് ഇത്രയും 9 സെഞ്ചുറികൾ നേടിയത്. വലിയ കരിയർ കാത്തിരിക്കുന്നു. അതെ, വലിയൊരു കരിയർ കാത്തിരിക്കുന്നുണ്ട്. ഇതിലെ ആരാണ് ഏറ്റവും കൂടുതൽ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഇതിനേക്കാൾ ഒരുപാട് മുന്നിലാണ്.